വെൽക്കം ടു എഡ്യൂപോർട്ട്. യെസ്, അപ്പോൾ എല്ലാവരും ഇതാ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനുവാദം, അല്ലേ? അനുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ലേഷൻ. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യുക? എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചില പാസേജുകൾ തന്നിട്ട് നിങ്ങളോട് അത് അനുവാദം ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും കോൺവെർസേഷൻ തന്നിട്ട്, അല്ലെ, രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണം തന്നിട്ട് അത് നിങ്ങളോട് കൺവേർട്ട് ചെയ്ത് ഹിന്ദിയിലോട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോട്ടോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് വേഗം എന്താണ് അനുവാദം, എങ്ങനെയാണ് ഇത് എഴുതുക, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ. स्रोत भाषा की सामग्री को उसी अर्थ में लक्ष्य भाषा में अनुदित करना ही अनुवाद है. അനുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്രോത ഭാഷയിൽ നിന്ന്, അല്ലെ, അതായത് ഏതാണോ ഭാഷ, അല്ലെ, ഏത് ഭാഷയിൽ നിന്നാണോ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് സ്രോത ഭാഷ എന്ന് പറയുന്നത്. ആൻഡ് ലക്ഷ്യഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യഭാഷ. അപ്പൊ സ്രോത ഭാഷയിൽ നിന്ന് ലക്ഷ്യഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെ, അനുവാദം ചെയ്യുന്നതാണ് അനുവാദം എന്ന് പറയുന്നത്. അനുവാദ് കലാ ഭി ഹെ और കൗശൽ ഭി ഹെ. അനുവാദം എന്ന് പറയുന്നത് ഒരു കലയാണ്, അല്ലെ. അങ്ങനെ എല്ലാവർക്കും ഒന്നും അങ്ങനെ അനുവാദം ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ ഈ പറയുന്ന സ്രോത ഭാഷയുടെയും അതുപോലെ തന്നെ ലക്ഷ്യഭാഷയുടെയും അറിവുള്ള ആളുകൾക്ക് മാത്രമേ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ മാത്രം നമുക്ക് ലാംഗ്വേജിൽ നമുക്ക് അറിവുണ്ടായത് കൊണ്ടോ ഒന്നും കാര്യമില്ല, അല്ലെ. നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അനുകരണാത്മക് ജറൂർ ഹെ പർ സർജനാത്മക് ബി ഹെ. ഇത് അനുകരണാത്മകമാണ്, അല്ലെ, ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു ഭാഷയിലുള്ള കാര്യത്തെ വേറൊരു ഭാഷയിലേക്ക് നമ്മൾ അനുകരിക്കുകയാണ്. അത് കൂടാതെ സർജനാത്മക് ബി ഹെ. സർജനാത്മക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്രിയേറ്റീവ് കൂടിയാണ്, അല്ലെ. അനുവാദക് ഹോ മൂൽ കൃതി കാ അനുസരൺ കർനാ ചാഹിയെ. അനുവാദം ചെയ്യുന്ന ആളെയാണ് നമ്മൾ അനുവാദക് എന്ന് പറയുന്നത്, ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ലേറ്റർക്ക് മൂൽ കൃതിക്ക, അല്ലെ, ഏത് കൃതിയെയാണോ അല്ലെങ്കിൽ എന്ത് സാധനത്തിനാണ്, അല്ലെ, എന്തിനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മുഴുവനായിട്ടുള്ള, അല്ലെ, അത് നന്നായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അനുവാദ് പഠത്തെ സമയ ऐसा लगना चाहिए कि മൂൽ കൃതി പഠ രഹാ ഹെ. അനുവാദം, അതായത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കൃതി വായിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു മൂൽ കൃതി, നമ്മളെ മലയാളത്തിലുള്ള ഏതെങ്കിലും തകഴിയുടെ ഒരു ബുക്ക് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മലയാളികൾക്ക് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഒരു ഹിന്ദിയിലുള്ള ഒരു ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് അതേ ഫീൽ ഉണ്ടാകണം. അതായത് നമ്മുടെ മലയാളത്തിലെ തകഴിയുടെ ആ പുസ്തകം വായിച്ച അതേ ഫീൽ ആൾക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, തഭി അനുവാദ് സഫൽ ബനാ ജായേഗ. അപ്പൊ അങ്ങനെ നമ്മൾ മൂലകൃതി വായിക്കുന്നത് പോലെയുള്ള ഒരു ഫീൽ തോന്നുകയാണെങ്കിലാണ് നമുക്കതൊരു അനുവാദാണ്, ട്രാൻസ്ലേഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതാ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സങ്കേതോക അനുവാദ് ഹിന്ദിമേ കരെ. കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങൾ തന്നിട്ട് അത് നമ്മളോട് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ. Clean the water storage containers and cover it. Clean the water storage containers and cover it. നമ്മളോട് പറയാണ് ക്ലീൻ ചെയ്യുന്നതാണ് വാട്ടർ, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന കണ്ടെയ്നേഴ്സ് നമ്മളോട് ക്ലീൻ ചെയ്യാനും അതുപോലെ അത് കവർ ചെയ്ത് വെക്കാനും, അല്ലെ, മൂടി വെക്കാനും പറയുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഈ കാര്യങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ. പാനി കി ഠങ്കി സാഫ് രഖേ. ഠങ്കി എന്ന് പറയുന്നത് എന്താണ്? കണ്ടെയ്നർ ആണ്, അല്ലെ. പാനി കി ഠങ്കി സാഫ് രഖേ. സാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലീൻ ചെയ്യുക, അല്ലെ. സാഫ് രഖേ ഓർ ഠക്ക് രഖേ, അല്ല, അത് ഠക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് മൂടി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചില സമയത്ത് ഇതുപോലെ അല്ലാതെ പാസേജുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ, ഒരു 4-5 വാക്കുകളൊക്കെ അത് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാം, അല്ലെ, ഹിന്ദിയിൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് തരും. അപ്പൊ ആ ഒരു പാസേജ് ഒരു 3-4 വട്ടം വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ
and improve basic sanitation facilities. അപ്പോൾ നമുക്കിത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. Keep the surroundings clean and improve basic sanitation facilities എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ അവിടെ ബേസിക് ആയിട്ടുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ. പരിവേഷ സ്വച്ഛ രക്കേ. സ്വച്ഛ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലീൻ ആയിട്ട് വെക്കുക അല്ലെ. സ്വച്ഛ് ഭാരത് കേട്ടിട്ടില്ലേ? അതുപോലെ और बुनियादी सफाई सुविधाएं सुधार के संभाले. അപ്പോൾ ബുനിയാദി ആയിട്ടുള്ള, അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബുനിയാദി സാനിറ്റേഷൻ ഫെസിലിറ്റീസ് നമ്മളോട് നല്ല ഭംഗിയായിട്ട് ഇംപ്രൂവ് ചെയ്യണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിവേഷ സ്വച്ഛ രക്കേ और बुनियादी സഫായി സുവിധായെ സുധാർക്കെ സംഭാലെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെയുള്ള കുറച്ച് വാക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ കാര്യങ്ങൾ എന്തായാലും അനുവാദം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഹിന്ദിയിൽ വരിക എന്നുള്ളത് എല്ലാവരും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റ് എൻ അവയർനെസ് എബൌട്ട് ഡെങ്കു, ചിക്കൻ ഗുനിയ എക്സെട്ര. നമ്മളോട് പറയാണ് ഒരു അവയർനെസ് അല്ലെ, ബോധവൽക്കരണം നൽകണം ആളുകൾക്ക്. ക്രിയേറ്റ് എൻ അവയർനെസ് എബൌട്ട് ഡെങ്കു, ചിക്കൻ ഗുനിയ, ഡെങ്കുവിനെ കുറിച്ചും അതുപോലെ ചിക്കൻ ഗുനിയയെ കുറിച്ചിട്ടൊക്കെ ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം. ഡെങ്കു, മലേറിയ ഇത്യാദി के बारे में जन जागरण बनाए रखे. बाയാണ് ബാല ബ. അപ്പൊ ബനായ രखे ജൻ ജാഗരൺ. ജാഗരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരെ അവയർനെസ് ചെയ്യുക അല്ലെ, ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡെങ്കു, മലേറിയ ഇത്യാദി കെ ബാരെ മേ ജൻ ജാഗരൺ ബനായ രखे ആളുകളെ എന്ത് ചെയ്യുക? നമ്മൾ അതിനെ അവയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ 1-2 കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതും കൂടെ നോക്കൂ. സീക്ക് ദ കോപ്പറേഷൻ ഫോർ ദ റിമൂവൽ ഓഫ് ബ്രീഡിംഗ് പ്ലേസസ്. നോക്കൂ. മच्छरों के प्रजनन रोकने के लिए सहयोग का പ്രബന്ധ ബനായെ രഖേ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇംഗ്ലീഷിലുള്ള വാക്കുകൾ നോക്കുക, അത് എങ്ങനെയാണ് ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അനുവാദം ചെയ്യുന്നത് എന്ന് കൂടെ നോക്കി വെക്കുക. ഇനി ഒരു എക്സാമ്പിൾ ആണ്, നോക്കിക്കോളൂ. ഇംഗ്ലീഷിലുള്ള ഒരു സംവാദമാണ് അല്ലെ, ഒരു കോൺവെർസേഷൻ ആണ്. ഇത് നമ്മൾ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നോക്കിക്കോളൂ. അംഗ്രേസി സംവാദ് കാ ഹിന്ദി മേ അനുവാദ് തരേ. അപ്പോൾ അംഗ്രേസിയിലുള്ളത് നമ്മൾ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ. മിനി, ഹായ് വീണ, ഹൗ ഇസ് യുവർ സ്റ്റഡീസ്. ഹായ് വീണ, ഹായ്, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പൊ എങ്ങനെയാ ചോദിക്കുക? അപ്കാ പഠായി कैसे चल रहा है എന്ന് ചോദിക്കുക അല്ലെ. നോക്കൂ. യാ അച്ചി. ഹായ് വീണ, തുമ്ഹാരി പഠായി कैसी चल रही है. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു അല്ലെ. അപ്പൊ വീണ എന്താണ് ആൻസർ പറയുന്നേ? ഇറ്റ് ഈസ് ഗോയിങ് ഗുഡ് അല്ലെ, ഇത് നല്ല രസമായിട്ട് പോകുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ എന്താണ്? അച്ചി തര ചൽ റഹി ഹെ. എങ്ങനെയാണ്? അച്ചി തര ചൽ റഹി ഹെ, ഇറ്റ് ഈസ് ഗോയിങ് ഗുഡ്. അടുത്ത് നോക്കൂ. മിനി, ദാറ്റ് ഈസ് നൈസ് ടു ഹിയർ. അല്ലെ, അത് നീ പറഞ്ഞത് കേൾക്കാൻ നല്ല സുഖമുണ്ട് അല്ലെ, നല്ല രസമായിട്ട് പഠിത്തം പോകുന്നുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. നോക്കിക്കോളൂ. എസാ സുൻകർ അച്ഛാ ലഗ. എനിക്കിത് കേട്ടപ്പോ, സുൻകർ സുന്ന കേൾക്കുക അല്ലെ. അപ്പൊ എസാ സുൻകർ അച്ഛാ അങ്ങനെ കേട്ടപ്പോ നന്നായിട്ട് തോന്നി എന്ന് പറയാണ്. അടുത്ത് നോക്കൂ. വീണ, ബട്ട് മാത്സ് ഇസ് ഡിഫിക്കൽട്ട്, ക്യാൻ യു ഹെൽപ്പ് മീ. പക്ഷെ മാത്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാ വരിക? ലേക്കിൻ ഗണിത് കഠിൻ ഹേ. ഗണിത് അല്ലെ, മാത്സ് കുറച്ച് കഠിനാണ്, ഡിഫിക്കൽട്ട് ആണ്. ക്യാ ആപ് മേരി മദദ് കർ സക്തേ ഹേ. മദദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെൽപ്പ്. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെ, ആപ് മേരി മദദ് കർ സക്തി ഹേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ. ഷോ ഐ വിൽ കം ടു ഹോം. യെസ്, എന്തായാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും അല്ലെ, ഞാൻ എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയാണ് ജറൂർ ഘർ ആവോ. നീ എന്തായാലും ജറൂർ, എന്തായാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ജറൂർ ഘർ ആവോ, വീട്ടിലേക്ക് എന്തായാലും വരണം. ഓക്കെ. അപ്പൊ നമ്മുടെ വീണ താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാ നോക്കിക്കോളൂ. മാത്സ് നിങ്ങൾക്ക് മിസ് പറഞ്ഞതുപോലെ ഇതാ ഇതേ ക്വസ്റ്റ്യനിൽ ഇതാ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മാത്സിന് ഗണിതം എന്നാണ്, ഡിഫിക്കൽട്ടിന് മുഷ്കിൽ അല്ലെ കഠിൻ എന്ന് പറയും, ഹെൽപ്പിന് മദദ് എന്നാണ് പറയുക. അപ്പൊ ഈ ഒരു കുഞ്ഞു പാരഗ്രാഫ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാരഗ്രാഫ് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അപ്പൊ ഇതിൽ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 3 വാക്കുകൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളത്, അതിന്റെ വാക്കുകൾ ഹിന്ദിയിൽ എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യാനും ഫുൾ മാർക്ക് വാങ്ങിക്കാനും പറ്റും. നോക്കൂ. ഈ ഒരു പാരഗ്രാഫ് നോക്കാം.
अंग्रेजी बातचीत का हिंदी में अनुवाद करें. മിലി പറയാണ് ഡാഡി ക്യാൻ യു ഗെറ്റ് മീ എ ടോയ് അല്ലേ. അച്ഛാ നിങ്ങൾ എനിക്ക് ഒരു ടോയ് വാങ്ങി തരൂ, ഒരു കളിപ്പാട്ടം വാങ്ങി തരൂ. അപ്പൊ ഒന്ന് നോക്കൂ, പാപ്പ മേരെ ലിയേ ഖിലോന ദേങ്കെ. ഖിലോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോയ് ആണ്. ഖിലോന ദേങ്കെ, ഒരു ടോയ് എനിക്ക് തരുമോ? അപ്പോൾ നമ്മുടെ ഫാദർ പറയണ ഓഫ് കോഴ്സ് ഡിയർ, വാട്ട് കൈൻഡ്, എന്തായാലും തീർച്ചയായിട്ടും എങ്ങനെയുള്ള ടോയ് ആണ് നിനക്ക് വേണ്ടത്? അപ്പൊ അവള് പറയാണ് ബിൽക്കുൽ മിലി കിസ് തരഹ് കി, എങ്ങനെയുള്ളതാണ് എന്നാണ് ഹിന്ദിയിൽ ചോദിച്ചു. അപ്പൊ ഇനി മറുപടി എന്താ മിലി പറയുന്നത് നോക്കിക്കോളൂ. I would like to get a doll. I will like to get a doll അല്ലെ. യെസ്, എനിക്ക് ഒരു ഡോള് കിട്ടിയാൽ നന്നായിരുന്നു അല്ലെ. മേ ഗുഡിയാ മിൽനാ ചാഹത്തി ഹൂ അല്ലെ, എനിക്കൊരു ഡോളാണ് വേണ്ടത് എന്ന് പറയാണ്. അപ്പൊ അച്ഛൻ ചോദിക്കുകയാണ് ഫാദർ, ഇൻ ദി ഈവനിങ് വി വിൽ ഗോ ടുഗെദർ ടു ദ ഷോപ്പ് ആൻഡ് യു ക്യാൻ ബൈ വൺ. നമുക്ക് വൈകുന്നേരം രണ്ടുപേർക്കും കൂടെ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം, നിനക്ക് ഇഷ്ടമുള്ളത് നീ വാങ്ങിക്കോ എന്ന് പറയാണ്. അപ്പൊ പറയാണ് ഷാം ഹം ഏക് സാത്ത് ദുകാൻ ജായേംഗെ ഓർ തും ഗുഡിയ ഖരീദ് സക്തി ഹോ. വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോകാം, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് വാങ്ങാം എന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ മിലി പറയാണ് ടുഡേ ഇറ്റ്സെൽഫ്, ഇന്ന് തന്നെയോ അല്ലെ, ഇന്ന് തന്നെയോ ചോദിക്കുന്നുണ്ട്. ആജി, ഇന്ന് തന്നെ, ആജി എന്ന് ചോദിക്കുകയാണ്. അടുത്ത അപ്പോൾ ഫാദർ പറയാണ് ഡെഫിനറ്റ്ലി വി വിൽ ഹാവ് ഇറ്റ് അല്ലെ, എന്തായാലും നമുക്ക് ഇന്ന് തന്നെ പോയി വാങ്ങിക്കാം എന്ന് പറയാണ്. നിശ്ചയ ഹം ഉസേ ഖരീദ് ലേംഗെ, ഇന്ന് തന്നെ നമുക്ക് അത് വായിക്കാം. ഓക്കെ, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാരിഭാഷിക് ശബ്ദാവലി അല്ലെ. അനുവാദം പോലെ തന്നെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് പാരിഭാഷിക് ശബ്ദാവലി. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരിഭാഷിക ശബ്ദങ്ങളൊന്ന് നോക്കാം. നോക്കിക്കോളൂ. ഇന്റർനെറ്റ്, അന്തർജാൽ. ഇന്റർനെറ്റ്, അന്തർജാൽ. ഇന്റർനെറ്റ് എന്താണ്? ഇന്റർനെറ്റ്, അന്തർജാൽ. ഇൻപുട്ട്, അന്തർപാദ്. ഔട്ട്പുട്ട്, ബഹിർപാദ്. എന്താണ്? ഇൻപുട്ട് അന്തർപാദ് ആൻഡ് ഔട്ട്പുട്ട് ബഹിർപാദ്. ഇൻ എന്ന് പറയുമ്പോൾ അന്തർ എന്നാണ്, മറ്റേത് ബാഹർ അല്ലെ, പുറത്തു നിന്നുള്ള അർത്ഥമാണ്. അപ്പൊ അത് നോക്കിക്കൊണ്ട് അതൊന്ന് ചെറുതായിട്ട് ഫെമിലിയർ ആണ്. അന്തർപാദും ബഹിർപാദും ഇൻപുട്ട് ഔട്ട്പുട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് എന്താണ്? മഹത്വപൂർണ്ണ. എന്താണ്? ഇമ്പോർട്ടന്റ്, മഹത്വപൂർണ്ണ. പബ്ലിക്, സാർവജനിക്. പബ്ലിക്, സാർവജനിക്. യൂസർ നെയിം, उपयोगकर्ता का नाम. യൂസർ നെയിം, उपयोगकर्ता का नाम. എഡിറ്റിംഗ്, ഇക്ഷൻ. എന്താണ്? ഇക്ഷൻ, എഡിറ്റിംഗ്, ഇക്ഷൻ. കാറ്റഗറീസ്, ശ്രേണിയ. കാറ്റഗറീസ്, ശ്രേണിയ. പ്രോഗ്രാം, പ്രോഗ്രാം അല്ലെ. പ്രോഗ്രാം തന്നെയാണ് പറയാ. പ്രോസസ് എന്താണ്? പ്രക്രിയ. പ്രോസസ്, പ്രക്രിയ. അപ്പൊ നമ്മൾ മലയാളത്തിൽ പ്രക്രിയ എന്നുള്ള വാക്കുണ്ട് അല്ലെ. അപ്പൊ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? പ്രക്രിയ. അടുത്ത് നോക്കൂ. പ്രൈവസി, ഗോപനീയത. പ്രൈവസി എന്താണ്? ഗോപനീയത. ആഡ് അക്കൗണ്ട്, ഖാതാ ജോഡേ. ആഡ് അക്കൗണ്ട്, ഖാതാ ജോഡേ. ക്യാൻസൽ, റദ്ദ് കരേ. ക്യാൻസൽ എന്താണ്? റദ്ദ് കരേ. നോ മോർ, അധികം അറിയാ, അധിക് ജാനേ. എന്താണ്? നോ മോർ, അധിക് ജാനേ. ഷെയർ, साझा करे. शेयर, साझा करे. सेव, सहेजे. सेव, സഹേജെ. സെർച്ച്, ഖോജ്. സെർച്ച്, ഖോജ്. അതുപോലെ സൈൻ ഔട്ട് എന്താണ്? പ്രസ്ഥാൻ. സ്പാം, അൻചാഹ. സ്റ്റാർഡ്, താരാങ്കിത്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താര അല്ലെ. അപ്പോ സ്റ്റാർഡ്, താരാങ്കിത്. അടുത്ത് നോക്കൂ. സിമ്പിൾ, സങ്കേത്. സിമ്പിൾ, സങ്കേത്. സോഷ്യൽ, സാമാജിക്. സോഷ്യൽ, सामाजिक. सेंट मेल, भेजी गई मेल. सेंट मेल, भेजी गई मेल. ट्रैश, कूड़ेदान. चैट्स, बातचीत. सर्कल्स, मंडलिया. फाइल, संचिका. फॉर्मेट, प्रारूप. नो सब्जेक्ट, विषयहीन. नो सब्जेक्ट, विषयहीन. नेक्स्ट स्टेप, अगला चरण एंड रिसोर्स, संस्थादन അല്ലെ, സംസാധൻ. ഓക്കെ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ കുറച്ച് പാരിഭാഷിക് ശബ്ദാവലി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ പഠിക്കാനുള്ള പാരിഭാഷിക് ശബ്ദാവലി അതുപോലെ തന്നെ അനുവാദം എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തായാലും എക്സാമിന് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. നല്ല മിടുക്കരായി വായിച്ച് പഠിച്ച് നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. അപ്പൊ എക്സാമിനെ കുറിച്ച് ആലോചിച്ചാലും ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. എജുപോർട്ട് കൂടെയുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം, ഫുൾ മാർക്ക് ആകാം, സെറ്റ് ആവാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.